നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു.ഡി.എഫിന്റെ ചരിത്ര വിജയത്തിന്റെ തിളക്കം കുറയ്ക്കുന്ന ഒന്നായിരുന്നു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ വേണ്ടി നടന്ന പിടിവലികൾ. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തുകയും അത് ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തത് നാം കണ്ടതാണ്. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നെങ്കിലും 11 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം സ്ഥാനം മോഹിച്ച കെ.സി. വേണുഗോപാലിനെ ചെറുതായൊന്നുമല്ല നിരാശപ്പെടുത്തിയത്. കൈപ്പിടിയിലാണെന്ന് കരുതിയ മുഖ്യമന്ത്രി പദം അവസാന നിമിഷം കൈവിട്ടതിന് പിന്നിൽ തൻ്റെ ഒപ്പം നിന്നവർ തന്നെയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ഇത്തവണ 63 MLA-മാരെയാണ് കോൺഗ്രസിന് ലഭിച്ചത്. UDF 102 സീറ്റുകളുമായി അധികാരവും പിടിച്ചെടുത്തു. ഫലപ്രഖ്യാപനം വന്നാൽ മിനിറ്റുകൾക്കകം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് അവകാശപ്പെട്ടത്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവായ സതീശനെ തന്നെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ ഭരണം കിട്ടിയതോടെ കെ.സി. വേണുഗോപാൽ ചരടുവലികൾ തുടങ്ങി. ജയിച്ചു വന്ന കോൺഗ്രസ് MLA-മാരിൽ ഭൂരിപക്ഷത്തെയും തനിക്കൊപ്പം നിർത്തി വിലപേശൽ നടത്തി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സീനിയോറിറ്റിയുമായി രംഗത്ത് വന്നു. ഒപ്പം നാച്ചുറൽ ചോയ്സായി സതീശനും. ഹൈക്കമാൻഡ് നിരീക്ഷകരായ മുകുൾ വാസനിക്കും അജയ് മാക്കനും കേരളത്തിലെത്തി MLA-മാരുടെ അഭിപ്രായം തേടി. അതിൽ മുൻതൂക്കം വേണുഗോപാലിനായിരുന്നു. ഇക്കാര്യം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദിയബാദാസ് മുൻഷി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്നാൽ വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്ന് കണ്ടതോടെ സാധാരണ ജനങ്ങൾ സതീശന് വേണ്ടി തെരുവിലിറങ്ങി. 3 നേതാക്കളുടെയും അണികൾ ചേരിതിരിഞ്ഞുള്ള പോരിനിറങ്ങിയതോടെ കോൺഗ്രസ് നാണം കെട്ടു. പ്രഖ്യാപനം നീണ്ടു പോയപ്പോൾ കേരളത്തിലെ സീനിയർ നേതാക്കളെ വിളിപ്പിച്ച് ഖാർഗെയും രാഹുലും ചർച്ച നടത്തിയാണ് ഒടുവിൽ സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. സതീശന് ഗുണമായി മാറിയത് മുൻ KPCC അധ്യക്ഷന്മാരായ VM സുധീരൻ, K മുരളീധരൻ എന്നിവരുടെ ശക്തമായ നിലപാടുകളാണ്. ഇരുവരും ജനവികാരം കണക്കിലെടുത്ത് സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടു. ഇവരുടെ ഇടപെടലാണ് അവസാന നിമിഷം വേണുഗോപാലിന് തിരിച്ചടിയായത് എന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം വില്ലൻ മറ്റൊരാളാണ്. അത് തുടക്കം മുതൽ കെ.സി. വേണുഗോപാലിനൊപ്പം നിന്ന ഒരു മുതിർന്ന നേതാവ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് നൽകിയ ഒരു റിപ്പോർട്ടാണ് വേണുഗോപാലിൻ്റെ വഴിയടച്ചത് എന്നാണ് വിവരം. ആ റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. കെ.സി. വേണുഗോപാൽ MLA അല്ലാത്തതിനാൽ മുഖ്യമന്ത്രിയായാൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. കെ.സിയുടെ വിശ്വസ്തനായ ഇരിക്കൂർ MLA സജീവ് ജോസഫിനെ രാജിവെപ്പിച്ച് അവിടെ ജനവിധി തേടാനാണ് ഉദ്ദേശിച്ചിരുന്നത്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ സണ്ണി ജോസഫിനോട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാലുള്ള സാഹചര്യത്തെക്കുറിച്ച് ഖാർഗെ വിവരങ്ങൾ തേടി. കെ.സിക്ക് പ്രതികൂലമായ മറുപടിയാണ് സണ്ണി ജോസഫ് നൽകിയത്. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ UDF ജയിക്കില്ലെന്നും മണ്ഡലത്തിലെ പല സാഹചര്യങ്ങളും തിരിച്ചടിയാകുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇതോടെയാണ് കെ.സിക്ക് മുന്നിൽ ഹൈക്കമാൻഡ് വഴിയടച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. സണ്ണി ജോസഫിന്റെ ഈ റിപ്പോർട്ട് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ തന്നെ നേരിട്ട് കണ്ടെന്നാണ് വിവരം. ഇത് കെ.സിയെ ശരിക്കും തകർത്തു. കൂടെ നിന്ന് തന്നെ ചതിച്ച സണ്ണി ജോസഫിന് കെ.സി തിരിച്ചടി കൊടുത്തത് വകുപ്പ് വിഭജനത്തിലൂടെയാണ്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ സണ്ണിക്ക് റവന്യൂ വകുപ്പ് നൽകാനായിരുന്നു മുഖ്യമന്ത്രി സതീശൻ ഉദ്ദേശിച്ചത്. ആ രീതിയിലാണ് ചർച്ചകൾ നടന്നതും. എന്നാൽ തനിക്കെതിരായ റിപ്പോർട്ട് കണ്ടതോടെ കെ.സി ഇടപെട്ടു. സണ്ണിയെ വെട്ടി തൻ്റെ വലം കൈയായ AP അനിൽകുമാറിന് റവന്യൂ വകുപ്പ് നൽകി. പകരം വൈദ്യുതി, പാർലമെന്ററി കാര്യ വകുപ്പുകളാണ് സണ്ണി ജോസഫിന് ലഭിച്ചത്. അവിടം കൊണ്ടും തീരുന്നില്ല. അധികം താമസിയാതെ KPCC അധ്യക്ഷ പദവിയും സണ്ണി ജോസഫിന് നഷ്ടമാകും. അവിടെ തൻ്റെ മറ്റൊരു വിശ്വസ്തനെ പ്രതിഷ്ഠിക്കാനാണ് കെ.സിയുടെ നീക്കം. എന്നാൽ അതിന് തടയിടാൻ മുഖ്യമന്ത്രി സതീശനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്തയടി അതിനാകും എന്ന കാര്യത്തിൽ സംശയമില്ല.